നല്ലൊരു ദിവസം പുലരുമ്പോൾ വിശ്വഗുരുവിന്റെ സ്തോത്രകൃതികളും വേദാന്ത സാരങ്ങളും നമുക്കൊന്ന് കാതോർക്കാം. ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഗുഹ പാഹി മാം ഗുഹ പാഹി മാം ഗുഹ പാഹി മാം പാഹി മാം ഗുഹ പാഹി മാം ഗുഹ പാഹി ഷൺമുഖ പാഹി മാം പാഹി മാം ഗുഹ പാഹി മാം ഗുഹ പാഹി മാം ഗുഹ പാഹി മാം പാഹി മാം ഗുഹ പാഹി മാം ഗുഹ പാഹി ഷൺമുഖ പാഹി മാം. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ ഒഴുകിടുമമ്പരഗംഗയും ഹൃത്കുരുന്നിലെനിക്കു കാണണമേ എപ്പോഴും ഗുഹ പാഹി മാം. ഇവിടെ മായാവിനോദനായ ഈശ്വരന്റെ മായാവിനോദത്തെ ഗുരു ഒരു ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ലൂതമുള്ളിലിരുന്ന നൂലു വലിച്ചു നൂത്തു കളിച്ചതും സാദരം തനതുള്ളിലാക്കി രമിച്ചിടും പടിമായയാ ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്തു ഭരിച്ചഴിച്ച് ആദിമുച്ചുടരായി വിളങ്ങും അനന്ത ഷൺമുഖ പാഹി മാം. എന്താണ് മായ? മായ കൊണ്ട് ഈശ്വരൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അതും ക്ഷണനേരം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നു അല്ലേ? അപ്പൊ അതിനെ പ്രകൃതിയിൽ നിന്നൊരു ഉദാഹരണം എടുത്തു കാട്ടിയിട്ട് മഹാഗുരു പറയുകയാണ്. ലൂതം. ലൂതം എന്ന് പറഞ്ഞാൽ എന്താ? ലൂതം എട്ടുകാലി അല്ലേ? എട്ടുകാലിക്ക് ഒരു സ്വഭാവമുണ്ട്. അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പ്രത്യേകതരം പശ എടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് ഭംഗിയുള്ള ഒരു വല നെയ്യുന്നു അല്ലേ? അപ്പം അങ്ങനെയാണ് ഈശ്വരൻ ഈ പ്രപഞ്ചം തൻ്റെ ചൈതന്യം കൊണ്ട് മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി എന്ന് പറയില്ലേ ഗുരു? പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അത് തൻ്റെ കൈകളിൽ തന്നെ ഉള്ളതാണ് അല്ലേ? അപ്പം ആ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. എങ്ങനെ? എട്ടുകാലി വല നെയ്യുന്നത് പോലെ. എട്ടുകാലി എന്താ ചെയ്യുക? ആ വല അത്രയും ഭംഗിയായിട്ട് നെയ്തതിന് ശേഷം അതിൻ്റെ നടുക്ക് പോയിരിക്കും. അപ്പം അതിലേക്ക് ആകൃഷ്ടരായിട്ട് ധാരാളം കീടങ്ങൾ വരും അല്ലേ? അപ്പം ആ കീടങ്ങൾ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അറിയാതെ അതിലേക്ക് ഒട്ടിപ്പിടിക്കും. ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ധാരാളം ജീവജാലങ്ങളെ ഈശ്വരൻ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിടും അല്ലേ? എന്നിട്ട് ഓരോ സാധനങ്ങളും ഇങ്ങനെ മിന്നിച്ച് കാണിച്ചിട്ട് പറയും, ഇതിലേക്ക് നീ ആകർഷിക്കപ്പെടൂ, ഇതിലേക്ക് ആകർഷിക്കപ്പെടൂ. ഒന്ന് ആരാ പറയുക? നമ്മുടെ മനസ്സ് പറയും അല്ലേ? കടയിലൊരു നല്ല സാരി ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് കണ്ടാൽ അറിയാതെ പറയും നമ്മുടെ മനസ്സല്ലേ, അത് വാങ്ങൂ അത് വാങ്ങൂ എന്ന് പറയും അല്ലേ? എന്ന് പറയുന്നത് പോലെ പല പല വസ്തുക്കളിലേക്ക് മായാവിനോദനായി ഈശ്വരൻ നമ്മളെ ആകർഷിക്കുന്നു. അപ്പൊ കീടങ്ങൾ അതിലേക്ക് വന്നിരിക്കുമ്പോൾ എന്താ ചെയ്യുക? എട്ടുകാലി ഓടിച്ചെന്ന് അതിനെ അകത്താക്കുന്നു. അപ്പോഴാണ് കീടത്തിന് മനസ്സിലാകുക ഈ വല എന്ന് പറയുന്നത് ഒട്ടിപ്പിടിക്കുന്നതാണ്, അതിൽ ചെന്ന് പെട്ടാൽ ഞാൻ പെട്ടുപോകുമെന്ന്. അങ്ങനെയാണ് മനുഷ്യർ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളിലേക്ക് ചെന്നകപ്പെടുക. അങ്ങനെ എട്ടുകാലി കളിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം അവൻ്റെ വിശപ്പൊക്കെ മാറി കഴിയുമ്പോൾ കുറേ സമയം അതിലിരുന്ന് ഊഞ്ഞാലാടി കളിച്ചതിന് ശേഷം ആ പശയെ വീണ്ടും എടുത്ത് അകത്തേക്കിടുന്നു. വീണ്ടും അവന് ഇര പിടിക്കണമെന്നും വിനോദിക്കണമെന്നും തോന്നുമ്പോൾ ആ പശ വീണ്ടും പുറത്തേക്ക് വിട്ട് ഒരു നൂലുകൊണ്ട് ഒരു വലയുണ്ടാക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഈശ്വരൻ അമ്പുതിത്തിരയും തിരക്കുമിള പ്രവാഹവുമൊക്കെ ഓരമ്പുരാശിയതായടങ്ങി ഒടുങ്ങിടും പടി നിന്നിൽ നിന്ന് അമ്പ പൊങ്ങി മറിഞ്ഞുയർന്നു മറങ്ങിടുന്ന ഗിലാണ്ടവും അമ്പയാസകവർത്തമാന വിജന്മഷൺമുഖ പാഹി മാം. അമ്പുതി എന്ന് പറഞ്ഞാൽ കടൽ. അപ്പം കടലിൽ നിന്ന് തിരമാലകൾ ഇങ്ങനെ കുതിച്ചു പൊങ്ങി വന്ന് കരയെ ലക്ഷ്യമാക്കി കരയിലേക്ക് വന്നടിച്ചതിന് ശേഷം വളരെ ശാന്തമായിട്ട് മടങ്ങിപ്പോകുന്നത് പോലെ ഈ പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച് ഈശ്വരനിൽ നിലനിന്ന് ഈശ്വരനിലേക്ക് തിരിച്ചു പോകുന്നു അല്ലേ?
അപ്പോൾ വേദാന്ത കൃതികളിൽ പറഞ്ഞിരിക്കുന്ന അതേ സാരം തന്നെ സാധാരണക്കാരൻ്റെ തലത്തിലേക്ക് മഹാഗുരു സ്തോത്രകൃതിയായ ഷൺമുഖ സ്തോത്രത്തിൽ കൂടി തൃപ്പാദങ്ങൾ പറഞ്ഞു തന്നു അല്ലേ.